ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു ക്ലാസ് ചെയ്തിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഫിത്ർ സക്കാത്തിന്റെ പ്രാധാന്യം, നിർബന്ധം ആർക്കാണ്, എപ്പോഴാണ് നൽകേണ്ടത്, എന്താണ് നൽകേണ്ടത് എന്നതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി പരിശുദ്ധമായ ഈ പുണ്യ റമദാൻ മാസ അവസാന പത്തിലെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ക്ലാസ്സിലൂടെ ആ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഫിത്ർ സക്കാത്തിന്റെ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത്, നൽകേണ്ട അളവെത്രയാണ്, അതുപോലെ ഫിത്ർ സക്കാത്ത് അമുസ്ലിമീങ്ങൾക്ക് നൽകാൻ പറ്റുമോ, അതുപോലെ തന്നെ കുടുംബക്കാർക്ക് നൽകാൻ പറ്റുമോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെയാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. അപ്പോൾ ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കണം, അതിനനുസരിച്ച് നാം പ്രവർത്തിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ അറിവ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. അറിയാത്തവർക്കായിട്ട് ഈ അറിവ് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുവാൻ പോകുന്നത് നീയത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരു നീയത്തുണ്ട്, അല്ലെ? എല്ലാ നല്ല കാര്യങ്ങൾക്കും മനസ്സിൽ ഒരു നീയത്തുണ്ട്. അതുപോലെ ഫിത്ർ സക്കാത്തിനും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നീയത്ത് എന്നുള്ളത്. നീയത്ത് എപ്പോഴാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത്? മറ്റു ഏത് കർമ്മങ്ങളെ പോലെ ഫിത്ർ സക്കാത്തിനും നീയത്തില്ലാത്ത പക്ഷം അത് അസാധുവാകുന്നതാണ്. അപ്പോൾ നീയത്ത് നിർബന്ധമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ. ഇത് എങ്ങനെയാണ് വെക്കേണ്ടത്? ഇത് എന്റെയും എൻ്റെ ആശ്രിതരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് നീയത്ത് ചെയ്താൽ മതി. എങ്ങനെയാണ്? ഇത് എന്റെയും എൻ്റെ ആശ്രിതരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് നീയത്ത് ചെയ്യുക. ആർക്കാണോ സക്കാത്ത് നൽകാൻ ബാധ്യതയുള്ളത് അയാൾ തന്നെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പിതാവായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കും, മുതിർന്ന ആളായിരിക്കും അധികം വീട്ടിലും ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ വീട്ടിൽ ആരാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ആ ആളാണ് ഫിത്ർ സക്കാത്തിന്റെ നിയ്യത്ത് വെക്കേണ്ടത്. എങ്ങനെയാണ് വെക്കേണ്ടത്? ഇത് എന്റെയും എൻ്റെ ആശ്രിതരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. ഇനി എന്നാൽ നീയത്ത് വെക്കേണ്ട സമയത്തെ പൊതുവെ 4ആയി തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് നീയത്ത് വെക്കേണ്ടത് എന്നൊരു സംശയമുണ്ട്. ഈ സമയത്തെ 4ആയി തരം തിരിച്ചിട്ടുണ്ട്. അതായത് സക്കാത്ത് വസ്തു അളന്ന് നീക്കി വെക്കുമ്പോൾ നീയത്ത് വെക്കാം. അതുപോലെ സക്കാത്ത് അവകാശികൾക്ക് നൽകുമ്പോൾ, സ്വന്തമായിട്ട് നൽകുകയാണെങ്കിലേ ഇങ്ങനെ പറ്റുള്ളൂ. സക്കാത്ത് അവകാശികൾക്ക് നൽകുന്നത് സ്വന്തമായിട്ടാണ്, അതായത് ഈ കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആ വീട്ടിലെ ആൾ തന്നെ നേരിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം സക്കാത്ത് അവകാശികൾക്ക് കൊടുക്കുന്ന സമയത്ത്, അവകാശികൾക്ക് നൽകുന്ന സമയത്ത് നീയത്ത് വെക്കാം. അല്ലെങ്കിൽ സക്കാത്ത് വസ്തു അളന്ന് നീക്കുന്ന സമയത്ത് തന്നെ നീയത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് വക്കീലിനെയോ അല്ലെങ്കിൽ ഭരണാധികാരിയെയോ ഏൽപ്പിക്കുമ്പോൾ. വക്കീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ, അതായത് മുതിർന്ന ആളായിരിക്കും കൊടുക്കുന്നത്, എന്നാൽ അത് വീട്ടിലെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാണ് ഇപ്പോൾ മക്കളൊക്കെ ഏൽപ്പിച്ച്, മക്കളാണ് നമ്മുടെ വീട്ടിലെ മക്കളാണ് ഇത് അടുത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ മക്കൾ അവിടെ വക്കീലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? അളന്ന് നീക്കുന്ന സമയത്ത് തന്നെ നീയത്ത് വെക്കുക. ആരാണോ ആ വീട്ടിൽ കൊടുക്കുന്നത് ആ വ്യക്തി അളന്ന് നീക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക? നീയത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നാലാമതായിട്ട് പറയുന്നത് അളന്ന് നീക്കി വെച്ച് ഓഹരി ചെയ്യുന്നതിനിടയിൽ, അളന്ന് നീക്കി വെച്ച് അളവൊക്കെ കഴിഞ്ഞ് ഓഹരി നീക്കി വെക്കുക. ഓരോരുത്തർക്കുമുള്ള ഓഹരി നീക്കി വെക്കുന്നതിനിടയിലും ഇതിന്റെ നീയത്ത് വെക്കാവുന്നതാണ്. ഓഹരി ചെയ്യുന്നതിനിടയിൽ നീയത്ത് വെക്കാവുന്നതാണ് എന്നർത്ഥം. ഇനി നൽകേണ്ട അളവത്ര, ഫിത്ർ സക്കാത്തിന്റെ അളവത്ര, എങ്ങനെയാണ് നൽകേണ്ട അളവത്ര എന്നതാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒരു വ്യക്തിക്ക് ഒരു അതായത് 3.200 ലിറ്റർ എന്ന തോതിലാണ് നൽകേണ്ടത്. ഒരു ആണ് ഒരു വ്യക്തിക്ക് നൽകേണ്ടത്. ഒരു എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് 4 മുദ്ദ് എന്ന കണക്കിലാണ് കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന പാത്രങ്ങൾ മുദ്ദുൻ നബവിയ്യ് എന്ന പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടത്. തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന പാത്രങ്ങൾ മുദ്ദുൻ നബവിയ്യ് എന്ന പേരിൽ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അളവാണ് അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ടത് എന്നതിനാൽ തൂക്കം പലപ്പോഴും കൃത്യമാവണമെന്നില്ല. അപ്പോൾ ധാന്യത്തിന്റെ കനവും കട്ടിയും അനുസരിച്ച് വ്യത്യാസപ്പെടാനും സാധ്യതയുണ്ട്. എങ്കിലും ഒരാൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2.700 കിലോഗ്രാം എന്ന നിലയിൽ നൽകിയാൽ ഇന്ന് പൊതുവെ ലഭിക്കാറുള്ള ധാന്യങ്ങളുടെ അളവിനോട് അത് തുല്യമാവും. അപ്പോൾ നമുക്കൊക്കെ എളുപ്പം കിലോഗ്രാം നോക്കലായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് 2.700 കിലോഗ്രാം എന്ന തോതിൽ ഒരു വ്യക്തിക്ക് ഫിത്ർ സക്കാത്ത് നൽകണം എന്നർത്ഥം. നമ്മുടെ അളവ് നോക്കുകയാണെങ്കിൽ 2.700 ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും, അല്ലെ? അപ്പൊ 2.700 കിലോഗ്രാം എന്ന നിലയിൽ നൽകിയാൽ ഇന്ന് പൊതുവെ ലഭിക്കാറുള്ള ധാന്യങ്ങളുടെ അളവിനോട് തുല്യമാകും. അതുകൊണ്ട് ആ ഒരു അളവിലാണ് ഒരു വ്യക്തിക്ക് മുദ്ദ് നൽകേണ്ടത്. അപ്പോൾ വീട്ടിൽ 10 പേരുണ്ട്. അപ്പോൾ എത്ര കൊടുക്കണം? 2.700 ഒരു വ്യക്തിക്കാണ്. അങ്ങനെ 10 പേർക്കും ഈ അളവിൽ കൊടുക്കണം എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് നമ്മൾ തീർക്കാൻ പോകുന്ന സംശയം എന്താണ്? അമുസ്ലിമിന് സക്കാത്ത് നൽകാമോ എന്നുള്ളതാണ്. അതുപോലെ പലർക്കുമുള്ള ഒരു സംശയമാണ് തങ്ങന്മാർക്ക് സക്കാത്ത് നൽകാമോ എന്നുള്ളത്. അപ്പോൾ ഈ സംശയമാണ് ഇനി ഞാൻ തീർക്കാൻ പോകുന്നത്. പലരുടെയും വീടിനടുത്തൊക്കെ അമുസ്ലിമുകൾ താമസിക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകാം, ഇത് അമുസ്ലിമുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? അവർ പാവപ്പെട്ട ആളുകളാണ്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാകാം.
എന്നാൽ സക്കാത്ത് ഇസ്ലാമിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടതാകയാൽ അത് അമുസ്ലിമിന് നൽകാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് വേണമെങ്കിൽ സ്വതക്കയായിട്ട് വേറെ നൽകാം, എന്നാൽ ഈ സക്കാത്തിന്റെ ഓഹരിയിൽ നിന്ന് നൽകാൻ പാടില്ല. അത് സ്വതക്കയായിട്ട് അവർക്ക് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അവരുടെ പ്രത്യേകമായ പൂജാകർമ്മങ്ങളിലും മറ്റും മുസ്ലിങ്ങൾ പങ്കെടുക്കാറില്ല അല്ലെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടതായതിനാൽ ഫിത്ർ സക്കാത്ത് അമുസ്ലിമിന് നൽകാൻ പാടില്ല. അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്ന്, അതായത് സ്വതക്കയായിട്ട് നിങ്ങൾക്ക് വേറെ നൽകാവുന്നതാണ്. ഫിത്ർ സക്കാത്ത് വേറെ ആയിട്ട് തന്നെ കൊടുക്കണം, സ്വതക്ക വേറെയായിട്ട് കൊടുക്കണം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേറെ സ്വതക്കയായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഒരിക്കലും വർഗീയത കടന്നു വരുന്നില്ല, അങ്ങനെ ആരും കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരായ തങ്ങന്മാർക്കും അത് നൽകരുത് എന്ന് ഇസ്ലാം ശ്വസിക്കുന്നുണ്ട്. അതായത് തങ്ങന്മാർക്ക് നൽകാൻ പറ്റുമോ എന്നൊരു സംശയത്തിനുള്ള മറുപടിയാണ് പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരായ തങ്ങന്മാർക്ക് അത് നൽകരുത് എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൽപ്പിക്കാൻ കാരണം അത് നബി കുടുംബത്തിന്റെ മഹാത്മ്യത്തിന് യോജിച്ചതല്ല. സക്കാത്ത് മുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തിയ ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു ചുളയെടുത്ത് ചെറിയ കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു വായിലിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിയെത്തുകയും അതെടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എൻ്റെ കുടുംബത്തിന് അനുവദനീയമല്ലെന്നറിയില്ലേ എന്ന് ചോദിച്ച് ഗുണദോഷിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ കുട്ടിയാണെന്നതോ വായിലിട്ട് കഴിഞ്ഞതാണെന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിട്ടില്ല. കുട്ടിയാണെങ്കിലും അനർഹമായി ഒന്നും ഭക്ഷിപ്പിക്കരുതെന്ന് ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ തങ്ങന്മാർക്ക് യുദ്ധമുതലിന്റെ വിഹിതം ലഭിക്കാത്ത ഈ കാലത്ത് നൽകാൻ പറ്റും എന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അത് പ്രാബല്യമല്ലാത്തതിനാൽ ആ അഭിപ്രായ പ്രകാരം സക്കാത്ത് നൽകുമ്പോൾ ഇത് സക്കാത്ത് മുതലാണ് എന്ന് പ്രത്യേകം അവരെ അറിയിക്കണം. സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ശ്രദ്ധിക്കാൻ അത് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു സംശയമാണ് കുടുംബക്കാർക്ക് സക്കാത്ത് നൽകാമോ എന്നുള്ളത്. താൻ ചെലവ് കൊടുക്കൽ ബാധ്യതയല്ലാത്ത ഏത് കുടുംബക്കാരനും സക്കാത്തിന് അർഹനാണെങ്കിൽ നൽകാവുന്നതാണ്. അതായത് കുടുംബക്കാർക്ക് നൽകാമോ എന്ന സംശയത്തിനുള്ള ഉത്തരമാണ് പറയുന്നത്. താൻ ചെലവ് കൊടുക്കൽ ബാധ്യതയില്ലാത്ത ഏത് കുടുംബക്കാരനും, അതായത് ഈ സക്കാത്ത് കൊടുക്കുന്ന ആള് ചെലവ് കൊടുക്കൽ നിർബന്ധമല്ലാത്ത ഏത് കുടുംബക്കാരനും സക്കാത്തിന് അർഹനാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. എന്നല്ല, അതിൽ കുടുംബ സഹായം എന്ന പുണ്യകർമ്മം കൂടിയുള്ളതിനാൽ കൂടുതൽ പ്രതിഫലവും കിട്ടുന്നതാണ്. അതിൽ സക്കാത്തിന്റെ പ്രതിഫലം മാത്രമല്ല, അതൊരു കുടുംബ സഹായം എന്ന ഒരു പുണ്യകർമ്മം കൂടിയുള്ളതിനാൽ അതിൽ കൂടുതൽ പ്രതിഫലം കൂടി കിട്ടും. സക്കാത്ത് വിതരണത്തിൽ അടുത്ത കുടുംബക്കാരെയും സജ്ജനങ്ങളെയും പ്രത്യേകം പരിഗണിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ അവർ സാമ്പത്തിക ഭദ്രതയുള്ളവരാണെങ്കിൽ അവർക്ക് നൽകാനും പാടില്ല. സ്വന്തത്തെക്കുറിച്ച് മുതലാളിയാണെന്ന് ബോധ്യമുള്ളവനിലേക്ക് ആരെങ്കിലും സക്കാത്ത് നൽകിയാൽ നൽകിയവന്റെ സക്കാത്ത് വീടുകയില്ലെന്ന കാര്യം അവനെ ബോധ്യപ്പെടുത്തുകയും അവകാശിയെ നിർദ്ദേശിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അയൽവാസി എന്ന പരിഗണനയിൽ മുതലാളിക്ക് നൽകാനോ നൽകിയാൽ സ്വീകരിക്കാനോ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു മുതലാളിക്ക് സക്കാത്ത് വീടാൻ ഒരു മുതലാളിക്ക് കൊണ്ടുപോയി സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് സക്കാത്ത് വീടില്ല. ഇത് വാങ്ങുന്ന മുതലാളിയും നൽകുന്ന ആളും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അർഹരായവരിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റമദാൻ മാസത്തിലെ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നാളെ ഹബീബായ നബി തങ്ങളോടൊപ്പം നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.